തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ വെറുമൊരു ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിലൂടെ ഇടയ്ക്ക് കടന്നു പോകുന്ന നമ്മുടെ നാടും കൂട്ടുകാരും ഒക്കെ നമ്മൾ എത്രത്തോളം മിസ്സ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാവാൻ നാട്ടിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വന്ന എനിക്ക് സത്യത്തിൽ മനസ്സിലായത് എനിക്ക് തിരുവനന്തപുരം മടുത്തു, അവിടുത്തെ ആളുകളും മടുത്തു. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നൊരു സമാധാനവും ഇവിടെ ഉണ്ടാകുന്ന ആ ഒരു മെമ്മറീസും കൂട്ടുകാരുടെ കൂടെ പുറത്ത് പോകാൻ പറ്റുന്നതൊക്കെ വേറെ തന്നെ ഒരു ഫീലിംഗാണ്. ഞാനിതിപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അബയുടെ കൂടെ പുറത്തൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഞാൻ നാട്ടിലേക്ക് വന്നാൽ ഇവൻ എപ്പോഴും വരും, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചായ കുടിക്കാൻ വേണ്ടി പോകും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ ആളുകളൊക്കെ വേറെ തന്നെ ഒരു വൈബാണ്. നമ്മളങ്ങനെ മെല്ലെ മാടായിപ്പാറയൊക്കെ പോവാണ്. ആദ്യമൊക്കെ മഴ പേടിച്ച് മാറിയിരുന്നെങ്കിൽ പോലും പിന്നെ മഴയത്ത് മെല്ലെ പോകാൻ തീരുമാനിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ സമയവും മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് മാടായിപ്പാറ, ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ സമയങ്ങളിലും ഇങ്ങോട്ട് പോകാൻ കാരണം ഇവിടെ അത്യാവശ്യം സമാധാനവും ശാന്തിയും ഉണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാം, 2-3 ചായയൊക്കെ അങ്ങോട്ട് കുടിച്ചു പോകും അറിയാതെ. ഇതാണ് മാടായിപ്പാറ. പാറ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം ഒരു കുന്നിൻ്റെ മണ്ടയാണ്. പിന്നെ ഈ ഗ്രീനറിയൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചില്ലാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകും. തിരുവനന്തപുരം മടുക്കാനും മാത്രം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ്സാണെന്നേ. പഠിക്കണം എന്നുള്ളൊരു സ്ട്രെസ്സ്, അവിടുത്തെ ആളുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് അടിയാകും, റൂമിലുള്ളവരായിട്ട് അടിയാകും. വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ പോലും നമുക്ക് മെൻ്റലി അതൊരു ഡിസ്റ്റർബൻസ് തന്നെയാണ്. അത്യാവശ്യം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ജയിൽ എന്ന് വേണം തന്നെ പറയാൻ. കാരണം എനിക്കങ്ങനെ ഫീൽ ചെയ്ത് തുടങ്ങി. ഞാൻ ചിലപ്പം എല്ലാം വിട്ട് നാട്ടിലേക്ക് വരും. കാരണം അങ്ങനെ ഒരു ഫീലിംഗാണ് എനിക്കിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ കിട്ടുന്നത്. ഒരു എക്സ്ട്രീം റഷാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോലും പറ്റുന്നില്ല. അഭയ് കണ്ടോ, എപ്പോഴും ഒരു എസ്തറ്റിക് ആയ ഒരാളാണ്. ഇന്നാണെങ്കിൽ ഞാനും പ്രത്യേകം വേറൊരു ഡ്രസ്സിങ് സ്റ്റൈൽ ട്രൈ ചെയ്താലെന്നൊക്കെ വിചാരിച്ചിട്ട് അച്ഛൻ്റെ ഒരു ചുവന്ന ഷർട്ട് എടുത്ത് ഇൻ ചെയ്തു. ഈ പാൻറ്റും അടുത്ത് തന്നെ വാങ്ങിയതാട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഷോ ഓഫാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇവനെ കണ്ടൊരു സന്തോഷമുണ്ട്. ഇവൻ കുറേ കാലം ട്രിവാൻഡ്രത്തായിരുന്നു പഠിച്ചത്. പക്ഷേ ട്രിവാൻഡ്രത്ത് ഇവൻ പഠിച്ച സമയത്ത് എനിക്കിവനെ പോയി കാണാൻ പറ്റിയില്ല. കാരണം ഞാൻ സിവിൽ സർവീസസിന് പഠിക്കുമായിരുന്നു. പക്ഷേ സിവിൽ സർവീസിന് പഠിക്കുമ്പോൾ നമ്മൾ ഇത്രത്തോളം സ്ട്രിക്റ്റ് ആയിരുന്നു പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഇവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും കുറച്ച് കാര്യങ്ങളും കഥകളൊക്കെ പറഞ്ഞ് ഇവിടെ ഞാൻ ആക്ച്വലി ഇവനോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഈ മാടായിപ്പാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ബിസിനസ് ഐഡിയാസും വരും. കാരണം ഇവിടെ ആളുകൾ ചായ വെക്കുന്നത് കാണുമ്പോൾ, ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന കാണുമ്പോൾ, ഐസ്ക്രീം വെക്കുന്ന കാണുമ്പോൾ നമുക്കും തോന്നും നമുക്കും ചെയ്ത് നോക്കിയാലോ എന്ന്. പറയാൻ വിട്ടുപോയി, ഐ എം വിനായകൻ, ദിസ് ഇസ് UPSC Vault. ഇതുവരെ സബ്സ്ക്രൈബും ലൈക്കും ഒന്നും ചെയ്തില്ലെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ ടെലിഗ്രാം വഴിയോ മെസ്സേജ് അയക്കാം. എൻ്റെ IDs ഞാനിവിടെ കാണിക്കാം. ഓക്കെ. വേറൊരു കാര്യം, നാട്ടിലേക്ക് വന്നപ്പോഴേക്ക് വീണ്ടും ഞാനൊരു കുട്ടി ആയതുപോലെയുണ്ട്. വീട്ടുകാർ ഫുഡ് വെച്ച് തരുമ്പോഴും, വീട്ടുകാർ ഫൈനാൻസസ് നോക്കുമ്പോഴും, വീട്ടുകാർ കാര്യമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ഫോണൊക്കെ നോക്കി കിടക്കുമ്പോഴും ഒക്കെ, പിന്നെ വീട്ടു ജോലികളൊക്കെ ചെയ്യുമ്പം വീണ്ടും ഒരു 15, 16, 17 വയസ്സായതുപോലെയുണ്ട്. കാരണം തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴേ അവിടെ തോന്നുക എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കണം, ജോലിയുടെ കാര്യവും നോക്കണം, അങ്ങനെ പല പ്രശ്നങ്ങൾ. ഇവിടെ ആകുമ്പോൾ അതൊന്നുമില്ല. സത്യത്തിൽ ഇവിടെ ഇങ്ങനെ തന്നെ പെർമനൻ്റായിട്ട് ഒരു ടൈം ഇങ്ങനെ ഫ്രീസ് ചെയ്ത് നിൽക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അപ്പോൾ അതെ, വീണ്ടും ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. കാണുമ്പോൾ സ്കോട്ട്ലൻഡ് വൈബൊക്കെ ഇല്ലേ, നമ്മൾ പുറത്തെവിടെയോ വന്ന പോലെയില്ലേ, ആ ഒരു രീതിയിൽ എസ്തറ്റിക്. മറ്റേ ഷാറുഖ് ഖാൻ്റെ കയ്യിലുള്ള മാൻഡറിനും അതുപോലത്തെ തൊപ്പിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യത്തിൽ നമ്മുടെ നാടാണെന്ന് പോലും തോന്നില്ല. അങ്ങനെ ഒരു സ്ഥലമാണിത്. നമ്മൾ വലിയൊരു എസ്തറ്റിക് ആൾക്കാരായതുകൊണ്ട് തന്നെ കുടയൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. ഈ ബാക്കിലുള്ളവരുടെയൊക്കെ കയ്യിൽ കുട കണ്ടു, അതിനൊരു ഉപയോഗമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് മഴ പെയ്യാൻ വേണ്ടി പോവാം. പെയ്യാൻ പോകുന്ന മഴക്കാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മളാണെങ്കിലോ ചെറുങ്ങനെ മഴ പെയ്ത് മാറി നിൽക്കാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തതും കൊടുങ്കാറ്റും മഴയും തുടങ്ങി. അവസാനം എങ്ങനെയൊക്കെയോ ഒരു മരത്തിൻ്റെ ഇടയിൽ കയറി കൂടി. പക്ഷേ വീണ്ടും മഴ കാണുമ്പം ഒരു ചെറിയൊരു കൊതിയാണല്ലോ ഇറങ്ങണമെന്ന്, ഫോട്ടോസ് എടുക്കണമെന്ന്. അങ്ങനെ വീണ്ടും അവനിറങ്ങിയപ്പോൾ ഞാനും വിചാരിച്ചു പോട്ടെ, ഒരിക്കലല്ലേ, ഇനിയിപ്പം എപ്പോഴാണ് നാട്ടിലേക്ക് വീണ്ടും വന്ന് ഇതുപോലെയൊക്കെ ചെയ്യാൻ. അങ്ങനെ കുറച്ച് എസ്തറ്റിക് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വീണ്ടും തീരുമാനിച്ചു. വേറെ പാട്ടിട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്നത് കൊണ്ട് മാത്രമാണ് പാട്ടൊന്നും ഇടാത്തത്. പക്ഷേ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും നല്ലൊരു BGM ആലോചിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടൊന്ന് ആസ്വദിക്കണം എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ കണ്ടോ, എനിക്ക് സത്യത്തിൽ ലിവിങ് ഇൻ ദ മൊമെൻ്റ് എന്നൊക്കെ പറയുന്നത് സത്യം വേറത്തെ ഒരു ഫീലിംഗാണ്. ഇത് തിരുവനന്തപുരത്ത് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് കിട്ടുന്നൊരു കാര്യം. സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ എന്തെങ്കിലും ഒരു ജോലി, എന്തെങ്കിലും നല്ലൊരിത് കിട്ടിയായിരുന്നെങ്കിൽ സത്യം ഇവിടെ ഞാൻ വേറെ എവിടെയും പോവില്ല, എൻ്റെ നാട്ടിൽ തന്നെ നിന്നേനെ. മുന്നേ ഉള്ള വ്ളോഗ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 2-3 ദിവസം നാട്ടിൽ നിന്നാൽ തന്നെ ടെൻഷനാകും. എന്തിനാണെന്ന് വെച്ചാൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകണമല്ലോ, അയ്യോ പഠിച്ചില്ലല്ലോ, പഠിക്കണമല്ലോ, ഇവിടെ വീട്ടിൽ നിന്നൊന്നും ശരിയാവില്ലല്ലോ. പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് വീട്ടിൽ തന്നെ നിന്നേക്കാം,
വീട്ടിൽ നിന്ന് എങ്ങനെയും പഠിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും ഒരു റൂം എടുത്ത് പഠിക്കാൻ നോക്കിയാലോ. കാരണം അത്രത്തോളം എന്തോ രീതിയിൽ എനിക്ക് അവിടുത്തെ ആളുകൾ എന്നെ വെറുപ്പിച്ച് കളഞ്ഞു. വീണ്ടും എസ്തെറ്റിക് ഷോട്ടുകളാണ്, എൻജോയ് ചെയ്യുക. പിന്നെ മഴയായി, എങ്ങോട്ടും പോകാനില്ല, എവിടെ തന്നെ കുടുങ്ങി, സത്യം പറഞ്ഞാൽ കുടുങ്ങി, മൊത്തത്തിൽ കുളിച്ചു. നല്ല ഒരു ചുവപ്പ് ഡ്രസ്സ് ഇട്ട് വന്നാൽ ഇതിപ്പോൾ അത് കടും ചുവപ്പാക്കി ആയി മാറാൻ വേണ്ടി പോകാട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, ഇവൻ്റെ കൂടെ നിൽക്കുമ്പോഴേ നമ്മൾ വീണ്ടും ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആ ഒരു അഡൽട്ട് ലൈഫ്, അല്ലെങ്കിൽ ചില്ലാക്കുന്ന ഒരു അഡൽട്ട് ലൈഫിലേക്ക് എത്തിയ പോലെയാണ്. ഇവിടെയാണ് എപ്പോഴും എല്ലാവരും വന്ന് ചായ കുടിക്കുന്ന സ്പോട്ട്. ഇവിടെ വന്ന് 2 ചായയും കുടിച്ച്, പൈസ കൂടുതലാണെങ്കിൽ പോലും 2 ചായയും കുടിച്ച് മഴയൊക്കെ കൊണ്ടിരിക്കുമ്പം വേറെ ഒന്നും ആലോചിക്കേണ്ട. പക്ഷേ ബോയ്സ് ചായ കുടിക്കാനിരുന്നാൽ എന്താകുമെന്ന് അറിയാലോ. അങ്ങനെ 2-3 ബിസിനസ് ഐഡിയാസൊക്കെ പ്ലാൻ ചെയ്ത് ബീച്ചിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ബീച്ച് പ്ലാൻ ക്യാൻസലാക്കി. നല്ലോണം മഴയും വന്നു, രാത്രിയായി. ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വിനായക് ആൻഡ് ദിസ് ഇസ് UPSC Vault. I am going to sign off. സംഭവം സ്റ്റേ ഹൈഡ്രേറ്റഡ്. ആൻഡ് ശ്രുതി ഹൗസിൻ്റെ കാര്യം അറിയാമല്ലോ, നിങ്ങളുടെ സപ്പോർട്ട് വേണം. പാട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ശ്രുതി ഹൗസ് വഴി പാട്ട് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുക. നല്ല ഫാക്കൽറ്റീസാണ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ടേക്ക് കെയർ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, പിന്നെ പഠിക്കാം. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.